നമുക്ക് എക്സ് ആക്സും വൈ ആക്സും വരച്ച് പോയിന്റ്സ് അടയാളപ്പെടുത്താം. ഒന്ന് 2 എന്ന് പറയുന്ന പോയിന്റും 6 2 എന്ന് പറയുന്ന പോയിന്റ് അടയാളപ്പെടുത്തി. ഈ രണ്ട് പോയിന്റ്സും എക്സ് ആക്സിസും തുല്യ അകലത്തിലുള്ള രണ്ട് പോയിന്റ്സ് ആണ്. അത് ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കാം. അതുപോലെ തന്നെ വൈ ആക്സിസിന് തുല്യ അകലത്തിലുള്ള രണ്ട് പോയിന്റ്സ് നമുക്ക് അടയാളപ്പെടുത്താം. -3 1 -3 5 എന്നീ രണ്ട് പോയിന്റ്സും അടയാളപ്പെടുത്തി. ഇത് വൈ ആക്സിസിന് തുല്യ അകലത്തിലുള്ള രണ്ട് പോയിന്റ്സ് ആണ്. ഇങ്ങോട്ടുള്ള അകലം 3 ആണ്, ഇങ്ങോട്ടുള്ള അകലം 3 ആണ്. ഇത് നമ്മൾ ജോയിൻ ചെയ്യാം. ഇനി ഇതിന്റെ രണ്ടിന്റെയും ലെങ്ത് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. അപ്പം ഇവിടെ ഒരു ലൈൻ നേരെ എക്സ് ആക്സിലേക്ക് ഇവിടുന്ന് ഒരു ലൈൻ വരച്ചു. എക്സ് ആക്സിലേക്ക് ഇവിടുന്ന് ഒരു ലൈൻ വരച്ചു. അപ്പോൾ ഈ 1ഉം 6ഉം തമ്മിലുള്ള അകലമാണ്. 1ൽ നിന്ന് 6ൽ എത്താനുള്ള അകലമാണ് ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള അകലം. അത് കണ്ടുപിടിക്കാനായിട്ട് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 6 - 1 ഈസ് ഈക്വൽ ടു 5. ഈ അകലം 5 ആണ്. അല്ലെങ്കിൽ നമുക്ക് 1 - 6 ഈസ് ഈക്വൽ ടു -5. ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പം therefore ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 5. എപ്പോഴും നമുക്ക് പോസിറ്റീവ് എടുത്താൽ മതി. അപ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 5 ആണ് ഇതിൻ്റെ ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് തമ്മിലുള്ള അകലം 5 ആണ്. ഇനി ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള അകലം ഒന്ന് കണ്ടുപിടിക്കണം. ആദ്യം ഇവിടുന്ന് ഒരു പോയിന്റ് വൈ ആക്സിലേക്ക് വരച്ചു. ഇവിടുന്ന് ഒരു പോയിന്റ് വൈ ആക്സിലേക്ക്. ഇപ്പോൾ ഈ 5ഉം 1ഉം തമ്മിലുള്ള അകലമാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഈ 5ൽ നിന്ന് 1 കുറച്ചാൽ മതി. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 5 - 1 ഈസ് ഈക്വൽ ടു 4. അല്ലെങ്കിൽ നമുക്ക് 1 - 5 എന്നും വേണേൽ എടുക്കാം. 1 - 5 ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 1 - 5 ഈസ് ഈക്വൽ ടു -4. ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. therefore ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 4. ഇതിന്റെ ഡിസ്റ്റൻസ് 4 എന്ന് നമുക്ക് എടുക്കാം. ഇനി ഇതിന്റെ രണ്ടിന്റെയും നമുക്ക് ഇക്വേഷൻ എക്സ് ആക്സിന് പാരലായിട്ടുള്ള രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള അകലം. ഇതിന്റെ കോർഡിനേറ്റ്സ് x1y. അടുത്തൊരു പോയിന്റ് എടുത്തു, അതിന്റെ കോർഡിനേറ്റ്സ് x2y. ഈ രണ്ട് പോയിന്റ്സും തമ്മിലുള്ള അകലം. ഇത് രണ്ടിന്റെയും y കോർഡിനേറ്റ് സെയിം ആണ്. രണ്ടും ഒന്നിന് ഒരേ ഉയരമാണ്. ഇവിടുന്നുള്ള ഉയരം ഒന്ന് തന്നെയാണ്. y കോർഡിനേറ്റ് സെയിം ആണ്. therefore ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു മോഡുലസ് x1 - x2. അതായത് x1ൽ നിന്ന് x2 കുറയ്ക്കുക, അതിന്റെ മോഡുലസ് എടുക്കുക. മോഡുലസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്, പോസിറ്റീവ് ആക്കുക. ചിഹ്നമില്ലാതെ എടുക്കുന്നതിനാണ് മോഡുലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് എക്സ് ആക്സിന് പാരലായിട്ടുള്ള രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള അകലം ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു മോഡുലസ് x1 - x2. ഇതാണ് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ. എന്നിട്ട് വൈ ആക്സിന് പാരലായിട്ടുള്ള രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള അകലം. ഒരു പോയിന്റ് നമ്മൾ എടുത്തു, ഈ പോയിന്റ് xy1. അടുത്തൊരു വേറൊരു പോയിന്റ് എടുക്കുകയാണ് xy2. ഇത് രണ്ട് പോയിന്റ്സും വൈ ആക്സിസിൽ നിന്ന് ഒരേ അകലത്തിലുള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ ഈ പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ലൈൻ ഒന്ന് ജോയിൻ ചെയ്യാം. ലൈൻ കിട്ടി. ഈക്വൽ ടു നമുക്ക് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു മോഡുലസ് y1 - y2 അല്ലെങ്കിൽ മോഡുലസ് y2 - y1 എടുത്താൽ മതി. കുറച്ചിട്ട് എൻ്റെ ചിഹ്നമില്ലാതെ എടുക്കുന്ന ആ വിലയാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ്. ഓക്കെ. 1 1 എന്നൊരു പോയിന്റ്, അതുപോലെ തന്നെ വേറൊരു പോയിന്റ് 5 4. ഈ രണ്ട് പോയിന്റുകൾ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇവിടെ എസ് കോർഡിനേറ്റ് രണ്ട് ഡിഫറെൻ്റ് ആണ്, വൈ കോർഡിനേറ്റ് രണ്ട് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ഇത് ഈ പോയിന്റിൽ നേരെ
വൈ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ വരച്ചു. അതുപോലെ ഈ പോയിന്റ് 5, 4 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ വരച്ചു. അപ്പോൾ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടുന്നുണ്ട്. റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ഏതാണെന്ന് നോക്കാം. ആ പോയിന്റ് നമുക്ക് 5, 1 എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് ആണ്. അപ്പം ഈ ഡിസ്റ്റൻസ്, ഈ റെഡ് ലൈനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇത് ബേസ് ആയിട്ടും ഇത് ഓൾട്ടിറ്റ്യൂഡ് ആയിട്ടും എടുത്തൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടനസ് ആണ്. ഈ ഹൈപ്പോട്ടനസ് ലെങ്ത് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം ഈ ലൈനിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. അതിന് ഇത് മോഡുലസ് 5 - 1, 5 നിന്ന് 1 കുറച്ചാൽ മതി, അല്ലെങ്കിൽ 1 നിന്ന് 5 കുറച്ചാൽ മതി. മോഡുലസ് 5 - 1 = 4. അപ്പോൾ ഈ ലൈനിന്റെ ലെങ്ത്, ബേസിന്റെ ലെങ്ത് 4 ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് മോഡുലസ് 4 - 1, 3 ആണ് ഇതിന്റെ ലെങ്ത്. അപ്പോൾ നമുക്ക് ഈ സൈഡ് 4 എന്നും കിട്ടി, ഈ സൈഡ് 3 എന്നും കിട്ടി. ഈ സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ ഇത് ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടനസ് ആണ്. അപ്പം ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു √4² + 3². പൈതഗോറസ് തിയറം അനുസരിച്ച് √4² + 3² is equal to √16 + 9 √25 is equal to 5. അപ്പം നമുക്ക് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 എന്ന് കിട്ടി. ഓക്കെ, നമുക്കൊരു പോയിന്റ് x1, y1, വേറൊരു പോയിന്റ് x2, y2, ഇത് തമ്മിലുള്ള അകലമാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ആദ്യമായിട്ട് ഇതിന് എക്സ് ആക്സിന് പാരലായിട്ട് ഈ പോയിന്റിൽ കൂടെ ഒരു ലൈൻ വരച്ചു. അതുപോലെ ഈ പോയിന്റിൽ കൂടെ വൈ ആക്സിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചു. ഈ രണ്ട് ലൈനും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റാണ് x2, y1. x2, y1 എന്ന് പറഞ്ഞ പോയിന്റിലാണ് കൂട്ടിമുട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ റെഡ് ലൈനിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, ഇവിടെ y കോർഡിനേറ്റ് രണ്ട് സെയിം ആണ്, അപ്പം എക്സ് കോർഡിനേറ്റിന്റെ ഡിഫറൻസ് ആണ്. മോഡുലസ് x1 - x2, ഇതാണ് ഇതിന്റെ ലെങ്ത്. അതുപോലെ തന്നെ ഈ യെല്ലോ ലൈനിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, യെല്ലോ ലൈനിന്റെ ലെങ്ത് മോഡുലസ് y1 - y2 ആണ് ഈ യെല്ലോ ലൈനിന്റെ ലെങ്ത്. അപ്പം നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് കിട്ടിയിരിക്കുന്നത്. ഈ ലെങ്ത് മോഡുലസ് x1 - x2, ഈ ലെങ്ത് മോഡുലസ് y1 - y2. അപ്പോൾ ഈ ലെങ്ത് കണ്ടുപിടിക്കാൻ പൈതഗോറസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് ബേസ് മോഡുലസ് x1 - x2 ആണ്, ഹൈറ്റ് മോഡുലസ് y1 - y2 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു √x1 - x2² + y1 - y2². കാരണം ഇവിടെ മോഡുലസിന്റെ സ്ക്വയർ എടുക്കും, പിന്നെ മോഡുലസിന്റെ ആവശ്യമില്ല. സ്ക്വയർ എടുക്കും പിന്നെ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ട് പോകുന്നതുകൊണ്ട് മോഡുലസിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു √x1 - x2² + y1 - y2². നമുക്ക് ഒരു പുതിയ ഇക്വേഷൻ കിട്ടി. ഒരു എക്സ് ആക്സിനും വൈ ആക്സിനും പാരലല്ലാത്ത ഒരു ലൈനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് √x1 - x2² + y1 - y2² ആയിരിക്കും.